ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സീനാസ് ആർട്ട് ഓഫ് കിച്ചൺ. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിള്ളേർക്കെല്ലാം ഒത്തിരി ഇഷ്ടമുള്ള കേക്ക് പോപ്പ് ആണ്. അത് ഉണ്ടാക്കാനായിട്ട് ഈസി വേയിലാണ്. ഇതുപോലെ നമ്മൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് റെഡി മിക്സ് നമ്മൾ കേക്കിന്റെ മിക്സ് മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ബ്രെഡ് പൊടിച്ചിട്ട് അതിനകത്ത് ചോക്ലേറ്റ് ഉരുക്കി ഒഴിച്ച് അങ്ങനെ നമുക്ക് റൗണ്ട് പോലെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിവിടെ ഈ കേക്ക് മിക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ മുട്ടയും എണ്ണയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ ബീറ്റർ വെച്ചൊന്ന് 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഇതുപോലെ അതിന്റെ ഒരു മോൾഡാണ്. ഇത് സിലിക്കോൺ മോൾഡാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഓവനിൽ വെച്ച് വെക്കാൻ പറ്റുന്നതാണ്, യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സിലിക്കോൺ ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കേക്ക് സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാലും മതി. പക്ഷെ ഈ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്. അതേ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. ഇത് നമുക്കിനി കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ കേക്ക് മിക്സ് ഒന്ന് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിടാം. ഇതിലേക്ക് 2 മുട്ട, ഇത് പറഞ്ഞ പോലെ തന്നെ 2 മുട്ട ചേർക്കുന്നുണ്ട്. അത് മുഴുവനായിട്ടാണ് ചേർക്കുന്നത്. പിന്നെ 1 കപ്പ് വെള്ളം, അത് സാധാരണ വെള്ളം മതി, സാധാരണ തണുത്ത വെള്ളം. പിന്നെ 1/4 കപ്പ് എണ്ണ, എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം നമ്മൾ ബീറ്റ് ചെയ്യണം. ആദ്യം ഒന്ന് പതുക്കെ ബീറ്റ് ചെയ്ത് തുടങ്ങുക, പിന്നെ നന്നായിട്ട് ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ട്രേ രണ്ടും ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിൻ്റെ 2 സൈഡും നമ്മൾ ബട്ടർ തൂത്ത് വെക്കണം. അപ്പോൾ എനിക്കിവിടെ 2 ട്രേ ഉണ്ട്. 2 ട്രേ ഞാൻ ബട്ടർ തൂത്ത് 2 സൈഡിലും ബട്ടർ തൂത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിനായിട്ട് ഈ ഒരു ബോട്ടിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ബോട്ടിൽ ഒത്തിരി യൂസ്ഫുള്ളാണ്. ഇങ്ങനത്തെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്. അതായത് അതിൻ്റെ ആ കുഴി തന്നെ കറക്റ്റായിട്ട് വീഴും. നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ കോരി ഒഴിക്കുമ്പോൾ അതിൻ്റെ സൈഡിലേക്കൊക്കെ പോകും. അപ്പം ബേക്ക് ചെയ്തെടുക്കുമ്പം നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല. പിന്നെ ഇതുകൊണ്ട് ജിലേബി ഉണ്ടാക്കാനും വിപ്പിംഗ് ബാഗ് ഇല്ലാത്തവർക്ക് വിപ്പിംഗ് ബാഗിന് പകരമായിട്ടൊക്കെ നമുക്ക് ഈ ബോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് വെക്കാനും ഒക്കെ അങ്ങനെ ഒത്തിരി ഉപയോഗമുണ്ട് ഈ ബോട്ടിൽ കൊണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ സാധനമാണ്, പക്ഷേ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതുപോലെ നമുക്ക് അതിൻ്റെ ഓരോ കുഴികളും ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഫില്ല് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കണം. അതിനകത്ത് ഒന്ന് ലെവലായി കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇത് നല്ല ഫ്ലാറ്റായിട്ട് കിട്ടും. അതിൻ്റെ ആ ഒരു ലെവൽ കഴിഞ്ഞ് നമ്മൾ ഫില്ല് ചെയ്ത് പോകരുത്. ഈ ഒരു ബോട്ടിലോ വിപ്പിംഗ് ബാഗോ ഇല്ലാത്തവർക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ടായാലും കോരി ഒഴിക്കാം. പക്ഷേ ഇത് കണ്ടോ സൈഡിലോട്ടെല്ലാം ആയിപ്പോവും. പിന്നെ അത് ക്ലീൻ ചെയ്യണം, അങ്ങനെയൊക്കെ. ഈ ഒരു ബോട്ടിലാണെങ്കിൽ അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ക്ലോസ് ചെയ്ത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. ഇതിനകത്തൊരു 4 സൈഡിൽ ഇതുപോലൊരു വിടവുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിലങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയിട്ടിരിക്കും. നമ്മൾ നന്നായിട്ട് ക്ലോസ് ചെയ്തില്ലെങ്കിൽ, 4 വശവും ക്ലോസ് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് നമ്മൾ ഈ ഓവനിൽ വന്ന് ബേക്കായി വരുമ്പം ഇത് കേക്ക് പൊങ്ങി വരുമ്പം പുറത്തോട്ടൊക്കെ ചാടിപ്പോവും. അപ്പോൾ കറക്റ്റ് നമുക്കൊരു ബോളിൻ്റെ ഷേപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് സൂക്ഷിക്കണം. നമ്മൾ വെക്കുമ്പോൾ ഒന്ന് കെയർഫുള്ളായിട്ട് ഇതൊന്ന് 4 സൈഡും ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടൊന്ന് ഓർക്കണം. പിന്നെ എന്തെങ്കിലും എയർ ഉണ്ടെങ്കിൽ ചെറിയ ഹോളുണ്ട് മുകളിൽ, ആ ഹോളിൽ കൂടെ എയർ പൊക്കോളും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓവനിൽ വെച്ച് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ ഒരു 15 മിനിറ്റ് നേരം വെച്ച് കൊടുത്താൽ മതി. കാരണം എമൗണ്ട് കുറവായതുകൊണ്ട് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കേക്ക് പോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല പൊങ്ങി നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്നും ഈ ട്രേയിൽ നിന്ന് മാറ്റാം. ഇതിങ്ങനെ ചിലപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗം ഇങ്ങനെ സ്വല്പം എഡ്ജ് പോലെ നിൽപ്പുണ്ടാവും. ആ ഭാഗം ഒരു കത്തി കൊണ്ട് പതുക്കി ഒന്ന് ചിരണ്ടി കളഞ്ഞാൽ മതിയാവും. ഇനിയാണ് ഇതിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്. അതെന്താണെന്ന് വെച്ചാൽ വൈറ്റ് ചോക്ലേറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വൈറ്റും ഡാർക്കും വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റാണ്. ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. മൈക്രോവേവ് വെച്ച് 2-3 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് ആവശ്യത്തിനുള്ള മെൽറ്റായി കിട്ടും. ഇനി നമുക്കതിലേക്ക് ഈ സ്റ്റിക്ക്, അതായത് ഇതിൻ്റെ കൂടെ കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ, അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഷുഗർ സ്റ്റിക്കായാലും യൂസ് ചെയ്താൽ മതി. അത് ചോക്ലേറ്റിലൊന്ന് മുക്കി കുറച്ച് സമയം വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ കേക്ക് പോപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഒരു ഹാഫ് വേ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം, എന്നാലേ അത് ഉറച്ചിരിക്കത്തുള്ളൂ. ഇതുപോലെ ഓരോന്നും ചെയ്ത് വെക്കാം. എല്ലാം ചെയ്ത് വെച്ച ശേഷം ഇതൊരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ
ഫ്രിഡ്ജിലൊന്ന് വെക്കണം, അത് സെറ്റ് ആകാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റിൽ മുക്കുമ്പോൾ അത് വിട്ടുപോരും, അതിൽ നിന്ന് ഇളകിപ്പോരും. എന്നിട്ട് നമുക്കിനി ആവശ്യമുള്ള കളറുകൾ വേണമെങ്കിൽ ചേർക്കാം. ഒരു തുള്ളി നമ്മുടെ ഫുഡ് കളർ ചേർത്താൽ മതി. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള കളർ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കഴിയുമ്പം. ഒത്തിരി നീണ്ടു പോകരുത്, ഒത്തിരി മെൽറ്റായി പോകരുത്. അതിനുശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഈ കേക്ക് പോപ്സ് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് മുക്കാം. എക്സസ് ആയിട്ടുള്ളത് ഒഴുകിപ്പോയി കഴിയുമ്പം ഇതുപോലെ മേടിക്കാൻ കിട്ടും സ്പ്രിങ്കിൾസ്. നമുക്കിഷ്ടമുള്ള ഷേപ്സും കളറും ഒക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ ഇത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൊടുത്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പം ഈ സ്പ്രിങ്കിൾസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ചോക്ലേറ്റ് പല കളർ ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് മേലിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്, ഒരു കേക്കാണ്. പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പം എല്ലാവരും ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് താഴെ കൊടുത്തേക്കണം. അപ്പോൾ അടുത്തൊരു ഐറ്റവുമായിട്ട് അടുത്ത ദിവസം കാണാം.